ഓർമ്മയ്ക്കായി വൈകിട്ട് 6 മണിക്ക് ദൃശ്യം ബ്ലോഗിൽ. ഇച്ചയ, അയാൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അയാൾ എന്നെ നോക്കി. അമ്മു പറഞ്ഞു. എന്തായാലും എൻ്റെ കൊച്ച് ഒന്ന് സൂക്ഷിക്കണം. അയാളുടെ കൂട്ട് ജയദേവ് മാണിക്കത്താനുമായിട്ടാണെന്ന് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് സൂക്ഷിക്കണം, ആൽഫി പറഞ്ഞു. ഞാൻ എന്തിനാ സൂക്ഷിക്കുന്നേ? എൻ്റെ ഇടവും വലവും മുന്നും പിന്നും എല്ലാം എൻ്റെ ഇച്ചായൻ്റെ ഈ കണ്ണുകളില്ലേ. പിന്നെ ഞാൻ ആരെയെ പേടിക്കേണ്ടത്? അമ്മു ചോദിച്ചു. ഉണ്ടാകും, എന്നാലും എപ്പോഴെങ്കിലും എൻ്റെ കണ്ണൊന്ന് തെറ്റിയാ. അതുകൊണ്ടാണ് പറഞ്ഞ്. ഇപ്പോൾ എൻ്റെ കൊച്ചിന് ബിസിനസ്സിലുള്ള ശത്രുക്കൾ മാത്രമല്ല, ഈ നരിയുടെ ശത്രുക്കൾ കൂടിയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് സൂക്ഷിക്കണമെന്ന്. സൂക്ഷിക്കില്ലേ? ആൽഫി ചോദിച്ചു. ഞാൻ സൂക്ഷിച്ചോളാം ഇച്ചായ, അവൾ പറഞ്ഞു. ആൽഫി അവളെ ഡ്രസ്സിംഗ് ടേബിളിലേക്ക് കയറ്റിയിരുത്തി. അവളുടെ കാലകത്തി വെച്ചുകൊണ്ട് അവൻ അവളിലേക്ക് ചേർന്ന് നിന്നു. അമ്മു, ഇന്ന് ഇച്ചായൻ ഇത്തിരി തിരക്കായിരിക്കും. എപ്പോഴാ വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ കൊച്ച് പുറത്തേക്കൊന്നും പോകണ്ട കേട്ടോ. ഇവിടെ ഉണ്ടാകണം. ഞാൻ വരുന്നത് വരെ ഭക്ഷണം കഴിക്കാതെ നോക്കിയിരിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ ആൻസിയുടെയൊക്കെ കൂടെ കാണണം കേട്ടോ, ആൽഫി പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. ഈ സ്റ്റോറിയുടെ മുഴുവൻ ഭാഗങ്ങളും ദൃശ്യം 2024 ബ്ലോഗിൽ.